ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ടയർ 1 എക്സാമിൻ്റെ ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 7 എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാം 2 മാസത്തിലായിട്ടാണ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി അതിൻ്റെ ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ നോട്ടീസ് അവൈലബിൾ ആണ്. ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ മാക്സിമം ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 28 ദിവസം, ഒരു 4 ആഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് എങ്ങനെ ഇനിയുള്ള സമയം കൊണ്ട് റിവിഷൻ ഊർജ്ജസ്വലമാക്കാം, എങ്ങനെ വേണം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആ നോട്ടീസ് നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം. സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2025 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 7, 8, 9 ദിവസങ്ങളിലായിട്ടും ജൂൺ 13, 14, 16 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുക. അതായത് മെയ് 7, 8, 9 ഇവിടെ 3 ദിവസമുണ്ട്, ജൂൺ 13, ജൂൺ 14 5 ദിവസമുണ്ട്, 16 മുതൽ 16, 17, 18, 19, 20, 21 അങ്ങനെ അത്രയും ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ എക്സാം എന്നാണ് എന്നുള്ളത് എത്ര ദിവസം മുന്നേ ആയിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ലിങ്ക് ഫോർ വ്യൂവിങ് ദ എക്സാം സിറ്റി ആൻഡ് ഡേറ്റ്. നിങ്ങൾ ഏത് സെൻറ്റർ അല്ലെങ്കിൽ ഏത് എക്സാം സിറ്റി, നിങ്ങൾ ഏത് നഗരത്തിലാണ് എക്സാം എഴുതുക എന്നുള്ളത് 10 ദിവസം മുന്നേ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുക. അത് എവിടെയായിരിക്കും അറിയുക? ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടീസ് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളത് ഈ ലിങ്ക്, എക്സാം സിറ്റിയും ഡേറ്റും നിങ്ങൾക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ വരുന്നുണ്ടായിരിക്കും. അതിനകത്ത് കയറി നിങ്ങളുടെ റോൾ നമ്പർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന എക്സാം സിറ്റി കിട്ടും. ഇനി ഈ കോൾ ലെറ്റർ അഥവാ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് 4 ദിവസം മുന്നേ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടായിരിക്കും. അപ്പോൾ പല കുട്ടികളും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് ഈ NTPC പരീക്ഷ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം ഒക്കെ ഈ പറഞ്ഞ പോലെ 1-2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ 10 ദിവസം മുന്നേ മാത്രമാണ് എക്സാം സിറ്റി അറിയുക, 4 ദിവസം മുന്നേ മാത്രമാണ് ഹോൾ ടിക്കറ്റ് അറിയുക. അപ്പോൾ പല കുട്ടികളും ലാസ്റ്റ് മിനിറ്റ് വരെ ടെൻഷനാണ്. കാരണം കൂടെയുള്ള ഫ്രണ്ട്സിൻ്റെയൊക്കെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ എക്സാം അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല, എനിക്ക് സിറ്റി ഇൻറ്റിമേഷൻ പോലും അറിയില്ല, ഇനി എൻ്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയതാണോ എന്ന് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു ഗ്ലിംസ് ഞാൻ കാണിച്ചു തരാം. സപ്പോസ് നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റ്, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് മെയ് 7 എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ, നിങ്ങൾ ഏത് നഗരത്തിലാണ് എക്സാം എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏപ്രിൽ 27 ഏപ്രിൽ 28 ആയിരിക്കും. അപ്പോൾ ഏപ്രിൽ 27 വൈകുന്നേരമോ അല്ലെങ്കിൽ ഏപ്രിൽ 28 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ലിങ്ക് ആക്റ്റീവ് ആവും. ആ ലിങ്കിനകത്ത് കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയ് 7 നിങ്ങൾക്ക് പരീക്ഷ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് മെയ് 3 മെയ് 4 ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമാണ്, ഇപ്പം എറണാകുളം ജില്ലയിലാണ് നിങ്ങൾക്ക് പരീക്ഷ എന്നറിയാം, ഏപ്രിൽ 27 28 അറിയാം. എറണാകുളത്ത് എവിടെയാണ് പരീക്ഷ എന്ന് എപ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ? മെയ് 3 മെയ് 4 മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി മെയ് 8 പരീക്ഷയുള്ള ആൾക്കാർക്ക് 28 29 ആയിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ വരിക. അവരുടെ ഹോൾ ടിക്കറ്റ് 4 5 ആയിരിക്കും വരിക. ജൂൺ 21 പരീക്ഷയുള്ള ആളുകൾക്ക് ജൂൺ 11 12 ആയിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ വരിക. ജൂൺ 17 18 ആയിരിക്കും ഹോൾ ടിക്കറ്റ് വരിക. അപ്പോൾ മെയ് 7 മെയ് 8 മെയ് 9 ഒന്നും സിറ്റി ഇൻറ്റിമേഷൻ വരാത്തവർ നിങ്ങളുടെ അപ്ലിക്കേഷൻ ലിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയതായിരിക്കില്ല. നിങ്ങളുടെ എക്സാം ജൂണിലായിരിക്കും. ജൂണിൽ പരീക്ഷയുള്ളവർക്ക് എക്സാമിൻ്റെ ഡേറ്റ് എന്നാണോ അതിന് 10 ദിവസം മുന്നേ മാത്രമായിരിക്കും സിറ്റി ഇൻറ്റിമേഷൻ വരിക. അതിന് 4 ദിവസം മുന്നേ മാത്രമായിരിക്കും ഹോൾ ടിക്കറ്റ് വരിക. ഇത് ഒരുപാട് കുട്ടികൾക്ക് സംശയം വരാറുള്ള കാര്യമാണ്. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് ഇനി, എങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് പോകുന്നത്? നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ടയർ 1 എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൻ്റെ സ്ട്രക്ചറാണിത്. നിങ്ങളുടെ മുന്നിൽ ഒരു 4 ആഴ്ചയാണ് ഇനി സമയമുള്ളത്. 4 ആഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം 28 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതിൽ 7 ദിവസം ഒരാഴ്ചയിലുണ്ടെങ്കിൽ 6 ദിവസം പഠനത്തിന് വേണ്ടി, 1 ദിവസം റിവിഷന് വേണ്ടിയും മാറ്റി വയ്ക്കുക. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ക്ലാസ് കണ്ട് പഠിക്കാനുള്ള സമയമൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടില്ല. അപ്പോൾ ഒരു ടോപ്പിക് എടുത്താൽ ആ ടോപ്പിക്കിൻ്റെ ഫുൾ ക്ലാസ് കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി റിവിഷൻ ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ കാണുക. പരമാവധി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ. അല്ലാണ്ട് 6 ദിവസം സ്റ്റഡി ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 ദിവസം വീണ്ടും ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, റിവൈസ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. ഇനി
ലാസ്റ്റ് 2 ദിവസം കംപ്ലീറ്റ് റിവിഷൻ, നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ കൊച്ചു നോട്ടുകൾ ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. മോക്ക് ടെസ്റ്റ്, ഇവിടെ മോക്ക് ടെസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഫുൾ ടെസ്റ്റ് ആണ്. 100 മാർക്കിൻ്റെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഇനി 10 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിനുള്ള സമയമുള്ളൂ. 30 ദിവസം കിട്ടുകയാണെങ്കിൽ 300 മണിക്കൂർ നിങ്ങളുടെ മുന്നിൽ കിട്ടും. ഈ 300 മണിക്കൂറിനെ വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മളും ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് എന്ത് പഠിക്കണം, ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം എന്ത് പഠിക്കണം, എന്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 30 days കൊണ്ട് ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്കേജ് വിത്ത് ഫുൾ ടെസ്റ്റ്, ഫുൾ മോക്ക് ടെസ്റ്റും സബ്ജക്ട് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഉപകാരപ്രദമായിട്ട് എങ്ങനെയാണ് ഈ പ്ലാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി ഉള്ള 28 ദിവസം എങ്ങനെ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് കോഴ്സിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതല്ലാതെ പഠിക്കാൻ നോക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ ഏതൊക്കെ വീഡിയോസാണ് കാണേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കാനായിട്ട് നോക്കുക. സമയം കളയാതെ പോകാം. ഇതാണ് നമ്മൾ RRB NTPC CBT 1 അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ക്രാഷ് കോഴ്സ്. അതിൻ്റെ അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കോഴ്സിനകത്ത് 30 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഈ രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. വീക്ക് 1 നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കണം അതിൻ്റെ ക്ലാസ് ലിസ്റ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ ടെസ്റ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. വീക്ക് 2ലും അതുപോലെ വീക്ക് 3ലും അതുപോലെ തന്നെ വീക്ക് 4ലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലെ വീക്ക് 1 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ആ ആഴ്ചയിൽ പഠിക്കേണ്ട ക്ലാസ്സുകളുടെയും ടെസ്റ്റിൻ്റെയും ലിസ്റ്റ്, അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ആൻഡ് അതിൻ്റെ റെഫറൻസ് വീഡിയോസ്, ക്ലാസ് വീഡിയോസിൻ്റെ റെഫറൻസ് വീഡിയോസ്. അതിൻ്റെ അർത്ഥം എന്താണ് ഈ റെഫറൻസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ? ഇതാണ് ആക്ച്വലി നമ്മുടെ കംപ്ലീറ്റ് റെഗുലർ കോഴ്സ് എന്ന് പറഞ്ഞാൽ. സ്കോർ അക്കാഡമിയിൽ റെഗുലർ കോഴ്സ് എടുത്ത് പഠിക്കുന്ന, NTPCയുടെ റെഗുലർ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന കംപ്ലീറ്റ് ക്ലാസ് വീഡിയോസ് ആണ് ഇത്. അപ്പോൾ ഇതെന്താണ്? ഇത് റിവിഷന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കൺസോളിഡേറ്റഡ് റിവിഷൻ ക്ലാസ്സുകൾ അടങ്ങുന്ന ഒരു ക്ലാസ് വീഡിയോസ് ആണ് ഇവിടെ. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു മാത്സിൽ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്. മാത്സിൽ നിങ്ങൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ റിവിഷൻ ക്ലാസ് ആണ്, മാത്സിൻ്റെ ഡിവിസിബിലിറ്റിയുടെ റിവിഷൻ ക്ലാസ് ആണ് നിങ്ങളിവിടെ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാം, ഇവിടെ നോക്കാം. കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്സിനേക്കാൾ ഉപരി, മാത്സിലൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനകത്ത് ഫുൾ ക്ലാസ്സുകൾ നമ്മുടെ വീക്ക് ബേസിസിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് വീഡിയോസ് മാത്രമേ റെഫറൻസിൽ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് GKയിലാണ് നിങ്ങൾ ക്ലാസ് വീഡിയോസിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ഹിസ്റ്ററിക്കും പൊളിറ്റിക്കും ജോഗ്രഫി എക്കണോമിക്സിനൊക്കെ ചേർത്ത് നമ്മൾ ഒറിജിനൽ NTPC റെഗുലർ കോഴ്സിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരുപാട് അവേഴ്സാണ്. അത്രയും അവേഴ്സ് നിങ്ങൾക്ക് ഈ 4 ആഴ്ച കൊണ്ട് കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത്, പൊളിറ്റിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റിനൊരു സംശയം വന്നു. ക്ലാസ് വീഡിയോയിൽ ചിലപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ സംശയം വന്നുണ്ടെങ്കിൽ റെഫറൻസ് വീഡിയോസിൽ പോയി നോക്കുക. അവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ചിലപ്പോൾ 3-4 വീഡിയോസ് കിടപ്പുണ്ടായിരിക്കും. അതിലേത് ഭാഗത്താണ് സംശയം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ദൂരീകരിച്ച് മുന്നോട്ട് പോകാം. അതാണ് റെഫറൻസ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ. ഇനി പ്രാക്ടീസ് ടെസ്റ്റുകൾ, ടെസ്റ്റ് ലിസ്റ്റ് പ്രകാരമുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരിക്കും. ഇനി ഇതാണ് ക്ലാസ് ലിസ്റ്റ്, ടെസ്റ്റ് ലിസ്റ്റ് അതിനകത്തുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതാണ് ക്ലാസ് വീഡിയോസിൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. ഇതിന് ഓരോന്നിനായിട്ടായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത്, ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. 28 ദിവസം, 4 ആഴ്ച, 6 ദിവസം പഠിക്കാനും 1 ദിവസം റിവിഷന് വേണ്ടി, ലാസ്റ്റ് 2 ദിവസം കംപ്ലീറ്റ് റിവിഷൻ ആൻഡ് കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. 1 ദിവസം 300 മണിക്കൂറെങ്കിലും നിങ്ങൾ പരമാവധി ആകെ 300 മണിക്കൂറെങ്കിലും എത്തുന്ന രീതിയിൽ 1 ദിവസം 10 മണിക്കൂറെങ്കിലും നിങ്ങൾ പരമാവധി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി ഇത് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കാതെ നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വീക്കിൽ മാത്സിൻ്റെ ബേസിക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. നമ്മുടെ സ്കോർ അക്കാഡമിയുടെ തന്നെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ വീഡിയോസായിട്ടും NTPC ഡ്രീം ബാച്ചിൻ്റെ വീഡിയോസായിട്ടും അല്ലാതെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിട്ടും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കൺസെപ്റ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീക്ക് പ്രകാരം നിങ്ങൾക്ക് അത് കണ്ട് റിവൈസ് ചെയ്തെടുക്കാവുന്നതാണ്. റീസണിങ്ങിന് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്. ജനറൽ അവയർനെസ്സിന് ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ മാരത്തോൺ സെഷൻസ് അവൈലബിൾ ആണ്. റിവിഷൻ എക്സ്പ്രസ് സീരീസ് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഡൗൺലോഡബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം,
ഹാർഡ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ് കോപ്പി ആയിട്ടോ എടുത്ത് വെച്ച് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പൊളിറ്റിയുടെ മാരത്തോൺ ക്ലാസ്സും റിവിഷൻ എക്സ്പ്രസ് സീരീസും, ഈ റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയാണ് ഞാൻ ആദ്യത്തെ വീക്കിൽ ഇട്ടിരിക്കുന്നത്. 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് വിധം പഠിച്ചു പോവുക. അപ്പം 4 ആഴ്ച കഴിയുമ്പോൾ ഏകദേശം 8 മാസത്തെ കറണ്ട് അഫയേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ഈ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ആൻഡ് മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ മന്ത്ലി കമ്പൈലേഷൻ നമ്മുടെ തന്നെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വീക്ക് 1 സ്ട്രാറ്റജി. ആ രീതിയിൽ അപ്പോൾ ഇതാണ് നമ്മുടെ റിവിഷൻ സീരീസിന് വേണ്ടിയിട്ടുള്ള ഏൻഷ്യൻ ഇന്ത്യയുടെ മാരത്തോൺ, ഇത് ഇന്ത്യൻ പൊളിറ്റിയുടെ മാരത്തോൺ. ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. റിവിഷന് വേണ്ടി ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വീക്ക് 2 ഈ പറഞ്ഞ പോലുള്ള സ്ട്രക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കാവുന്നതാണ്. അതിൻ്റെ റിവിഷൻ കണ്ടന്റുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതാണ് വീക്ക് 3 ക്ലാസ്സസ്, അതിൻ്റെയും റിവിഷൻ കണ്ടന്റുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. വീക്ക് 4 ക്ലാസ്സസ്, ഇതിൻ്റെയും വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കാതെ ഇരിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ കോഴ്സ് എടുക്കാൻ താല്പര്യമില്ല, സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ തന്നെ യൂട്യൂബിനകത്ത് കൊടുത്തിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് മാക്സിമം റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോൾഡർ തിരിച്ച് നമ്മുടെ കോഴ്സിനകത്ത് സ്ട്രക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. പോരാത്തതിന് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകളും ഫുൾ ടെസ്റ്റുകളും നിങ്ങൾക്ക് കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതല്ല, ഞാൻ ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിൽ കൊടുത്തിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് തന്നെ ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കൊടുത്തിട്ടുള്ള സമയങ്ങൾ നിർബന്ധമായിട്ട്, ഞാൻ 10 മണിക്കൂർ പഠിക്കാനല്ലേ പറഞ്ഞേ, 10 മണിക്കൂർ ഒരു ദിവസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ 4.5 മണിക്കൂർ എന്തായാലും പഠിക്കണം. ഇതിന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ, ഈ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. RRB എക്സാം കണ്ടക്ട് ചെയ്യുന്ന 3 ഷിഫ്റ്റ്, ഒരു ദിവസം 3 ഷിഫ്റ്റുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എല്ലാ എക്സാമിനും ഇല്ല, സാധാരണ കണ്ടക്ട് ചെയ്യുമ്പോൾ 3 ഷിഫ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ 3 ഷിഫ്റ്റുകളുടെ ടൈമുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ടൈമുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. 10 മണിക്കൂറിൽ 4.5 മണിക്കൂർ ഈ ടൈം സെറ്റ് ചെയ്യുക, ബാക്കി എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ കാര്യം എന്താ, ഈ സമയത്ത് നിങ്ങളെ ബ്രെയിൻ ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് വരുന്ന സമയത്ത്, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റാണ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഈ ഒരു സമയങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എക്സാമിന് കയറുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സാം സ്ട്രാറ്റജി എന്തൊക്കെയായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എക്സാമിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ വീഡിയോസ് ചെയ്യണം. പിന്നെ ഇത് പോരാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, അത് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു കൂടെ പറയുന്നത്, NTPCയുടെ ക്രാഷ് കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ പ്രകാരം, നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്ലാൻ പ്രകാരം കോഴ്സ് എടുത്തോ അല്ലാതെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.